അവൻ ടെറസിന്റെ പുറത്ത് പോയി. നീ ഫോളോ ചെയ്ത് അവൻ എവിടേക്കാ പോകുന്നെന്ന് ശ്രദ്ധിക്ക. ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്റെ സംശയം ശരിയായിരുന്നു. നിങ്ങൾ വരൂ. ടിങ്കുന്റെ ഓണർ ആരാന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ടിങ്കു എങ്ങോട്ടാ പോയത്? അവനെ ഇവിടുന്ന് അപ്പുറത്തെ ഓട്ടിലേക്ക് കയറി നേരെ പോയി. ശിവ, നിങ്ങൾ മൂന്നുപേരും പല വഴിക്കായിട്ട് പോകൂ. ടിങ്കുനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കൂ. ശിവ, ഞാൻ ടിങ്കുനെ ഇവിടെ കണ്ടു. നീ വേഗം വാ. അവിടെ ആ ഭാഗത്താണ് പോയത്. ഓരോ വീടിന്റെ മുകളിൽ കൂടി പോയി. അത് ഹോട്ടലിൽ മുകളിലുള്ള മുറിയിലേക്ക് കയറി പോയിരിക്കുന്നു. ഏത് ഫ്ലോർ ഏത് റൂമാണെന്ന് അതായത് എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല. ലഡു സിംഗ് സാറിനെ വിളിച്ചേ പറ്റൂ. ഹലോ ലഡു സിംഗ് സാർ. എന്ത് പറ്റി? നീ എന്തായി ചെയ്യുന്നത്? ആരെയാ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ഓ, അപ്പൊ അവര് നിന്നെ പിന്തുടർന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നു അല്ലേ?
അപ്പോ എന്റെ ദുഷ്ടബുദ്ധി കാരടിയോ കണ്ണു കിട്ടിയെന്നാ തോന്നുന്നത്. ഇനി ശ്രദ്ധിച്ചല്ലേ പറ്റൂ. സാർ, ഞാൻ എത്ര തവണ പറഞ്ഞു, ഇവിടെ വന്ന കസ്റ്റമറുടെ അടുത്ത് ഒരു മങ്കിയെ പോലും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുപോലെ ഞങ്ങളുടെ ഹോട്ടലിൽ പെറ്റ്സിനെ അലൗഡ് ചെയ്യില്ല. ലഡു സിംഗ് സാർ, 2 ദിവസം മുൻപാണ് നമുക്ക് ടിങ്കുവിനെ കിട്ടിയത്. അതുകൊണ്ട് 2 ദിവസം മുമ്പുള്ള CCTV ഫുഡ് ചെക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ടിങ്കുവിനെ ഒളിപ്പിച്ചു കൊണ്ടുവന്ന അയാളുടെ മുഖം നമുക്ക് കാണാൻ പറ്റിയെങ്കിലോ? ഈ ഐഡിയ നന്നായിട്ടുണ്ട്. ശരിയാണ്. ലഡു സിംഗ് സർ, ഈ കോട്ടിട്ടിട്ടുള്ള മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. നോക്കൂ, ഈ ചൂടുള്ള വേനൽക്കാലത്ത് ആരെങ്കിലും ഇത്ര വലിയ കോട്ടിട്ടിട്ട് വരുമോ? അപ്പൊ പോക്കറ്റും തൊടുന്നുണ്ട്. അതായത് ആ പോക്കറ്റിന്റെ അകത്ത് എന്തോ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ. അതുമല്ലാതെ ആ കുട്ടിയെ കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അത് തിരിഞ്ഞ് പോക്കറ്റിൽ തന്നെ നോക്കുന്നത്. 5th ഫ്ലോറിൽ റൂം നമ്പർ 504 ഇയാൾ താമസിക്കുന്നുണ്ട്. ഐ, വേഗം വന്നേ. വേടാ റാം, നീ സ്റ്റെപ്സ് വഴി വന്നേ. ഞങ്ങള് ലിഫ്റ്റ് വഴി പോയിക്കോളാം. ശരി സാർ. ഹലോ, റൂം 504. സാർ, റൂമിൽ തന്നെ കാണണം കേട്ടോ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അങ്ങയെ കാണാൻ വരുന്നുണ്ട്. അതിനെന്താ, വരാൻ പറയൂ. പഴം വേണോ ടിങ്കു? എടോ കൊരങ്ങന്റെ മുതലാളി, യു ആർ അണ്ടർ അറസ്റ്റ്. അങ്കൂരി പാണ്ഡെ സർ, ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇല്ല. പോലീസിനെ കീഴടങ്ങുന്നതാണ് നല്ലത്. ലഡു സിംഗ് സർ ദാ വന്നോണ്ടിരിക്കാണ്. അല്ല, നീ ഈ ടിങ്കുവിന്റെ മോഷണമല്ലേ കണ്ടിട്ടുള്ളൂ, അവന്റെ ഫൈറ്റ് കണ്ടിട്ടില്ലല്ലോ. എന്നാ അതും കൂടെ അങ്ങ് കാണു. എന്നിട്ട് നീ എന്നെ പിടിച്ചാ മതി. ടിങ്കുക്കുട്ട, അറ്റാക്ക്! എങ്ങനെയുണ്ട്? കമോൺ, നീ നല്ലൊരു ഫൈറ്റർ ആണ്. എന്നാ ഏത് കഴിച്ചോ? കമോൺ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? അതും നല്ല ഫ്രണ്ട്സ് ആണ്. Hey, Tinku, let's dance. ഞാൻ അങ്കൂരി അങ്കിളും നോക്കിക്കോളാം. എടാ ടിങ്കു കുരങ്ങ, ഇവിടെ ഫൈറ്റാ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യാൻ. ഏയ് കുട്ടി, വഴിന്ന് മാറ്, എനിക്ക് പോവാനുള്ളതാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മച്ചി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
വരൂ വരൂ സാറേ, എനിക്കിനി ഇവനെ തല്ലുകൊള്ളാൻ വയ്യേ. എന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേ. ഇദ്ദേഹത്തിനെ വേഗം ജയിലിൽ കൊണ്ടുപോകൂ. അതുവരെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കട്ടെ.